പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീറിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമീപത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇതുവരെ തുടങ്ങിയില്ല, എന്താണ് തുടങ്ങാത്തത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ? കാരണം പല സ്ഥലത്തും മാലിന്യം വെള്ളത്തിൽ കൂടി മാലിന്യം ഒഴുകുന്നു എന്നൊക്കെ പരാതികളൊക്കെ ഉണ്ടല്ലോ. എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് നാട്ടുകാർ. പെരിന്തൽമണ്ണ നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശുചീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് 37 വാർഡുകളിലെയും വാർഡ് കൗൺസിലർമാർ ചെയർമാൻ ആയിക്കൊണ്ട് JHI കൺവീനർ ആയിക്കൊണ്ട് വാർഡ് തല ശുചിത്വ കമ്മിറ്റി രൂപീകരിക്കുകയും അവർക്ക് വാർഡിലുമായി ബന്ധപ്പെട്ട ശുചിത്വങ്ങൾ അടിയന്തരമായി ചെയ്യാൻ വേണ്ടി 10,000 രൂപ വീതം അവരുടെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ഘട്ടമാണ് പെരിന്തൽമണ്ണയിലുള്ള വ്യാപാരികള്, ഹോട്ടൽ ഉടമകള്, അതുപോലെ ബേക്കറി, സ്കൂളുകള്, ഓഫീസുകള് എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് 20-ാം തീയതി 11 മണിക്ക് വിളിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റന്നാള്, നാളെ 18ആണ്, 19, 20-ാം തീയതി രാവിലെ 11 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ആ മീറ്റിംഗ് വിളിച്ചതിന്റെ ഉദ്ദേശം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ മൊത്തം ശുചിത്വത്തിന്റെ ഒരു ശുചിത്വ ഡേ എന്ന് പറഞ്ഞൊരു ഡേ എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് സ്കൂളുകളും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും ഒറ്റയടിക്ക് ഒരു ദിവസം ഒരു ക്ലീൻ ഡേ എന്നുള്ള രീതിയിൽ ഒരു ഡേ ഫിക്സ് ചെയ്തുകൊണ്ട് അത് നടത്താൻ വേണ്ടി മിക്കവാറും ടെൻഡേറ്റീവ് ആയിട്ട് ഒരു 24th ആണ് അത് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് എന്നുള്ളത് 20-ാം തീയതി 11 മണിക്ക് അത് തീരുമാനിക്കുന്നതാണ്. അത് പ്രകാരം പെരിന്തൽമണ്ണയില് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പെരിന്തൽമണ്ണ ഒട്ടും പുറകിലല്ല. ആരോഗ്യത്തിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ആ തരത്തിൽ എല്ലാ മേഖലയിലും അതിന്റെ ഭാഗമായി തന്നെ അടുത്ത ആഴ്ചയിലെ പെരിന്തൽമണ്ണയിലെ അലങ്കാർ തിയേറ്റർ മുതൽ ചെല്ലീസ് ജംഗ്ഷൻ വരെയും പൊന്നിയാകുറിശി മുതൽ സവിത തിയേറ്റർ വരെയും 2 സൈഡുള്ള ഓടകൾ മുഴുവൻ തുറക്കുകയാണ്. അത് തുറന്ന് അത് മൊത്തം ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായി. അപ്പൊ അത് ക്ലീൻ ചെയ്യുമ്പോൾ അത് JC ഉപയോഗിച്ച് ഈ സ്ലാബുകൾ മാറ്റുമ്പോൾ ചില സ്ലാബുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പൊട്ടിപ്പോകുന്ന സ്ലാബുകൾക്ക് പകരമായിട്ട് അവിടെ സ്ലാബ് സാധാരണ അത് പൊട്ടിയത് അങ്ങനെ കിടക്കലാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പോൾ തന്നെ പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ധാരണയിൽ തന്നെ 100-ഓളം സ്ലാബുകൾ നിർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ചെന്നാൽ കാണാം. മുനിസിപ്പൽ ഓഫീസിന്റെ അപ്പുറത്ത് സ്ലാബിന്റെ വാർപ്പ് നടക്കുകയാണ് ഇപ്പോൾ. അതെന്തിനു വേണ്ടി? അത് തുറക്കുമ്പോൾ ഏതെങ്കിലും സ്ലാബ് പഴയ സ്ലാബാണ്, അത് പൊട്ടിയാൽ അത് അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം. അത്രയും ദൂരക്കാഴ്ചയോടുകൂടിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടക്കൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഓടകൾ വഴി മാലിന്യം, കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കി വിടുന്നുണ്ട്. അതാണ് പല ജലസ്രോതസ്സുകളും നശിക്കാൻ കാരണം എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആളുകൾ പറയുന്നു. ഇനിയിപ്പോ നിങ്ങളും കൂടി പറഞ്ഞേക്കാം, അക്കാര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എങ്ങനെ നടപടിയാണ്? അത് അവരെ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അടുത്ത 20-ാം തീയതിയിലെ മീറ്റിംഗിലും അവരോട് പറയും, ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കിക്കൂടാ. ഓടകൾ നമ്മൾ തുറക്കുമ്പോൾ ആരൊക്കെ മാലിന്യം, ഏതൊക്കെ പൈപ്പിലൂടെയാണ് മാലിന്യങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അത് കണ്ട് ആരായാലും ശരി, അത് അവർക്ക് അവരുടെ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നാണ് മുനിസിപ്പാലിറ്റിയുടെ നിലപാട്. അപ്പോൾ അവിടെയൊക്കെ ടാങ്ക് കെട്ടി അവർ തന്നെ വേസ്റ്റ് അവിടെ സൂക്ഷിക്കുന്ന സംവിധാനം വരികയും ദ്രവമാലിന്യം അവിടെ സൂക്ഷിക്കുന്ന സംവിധാനം വരികയും മുനിസിപ്പാലിറ്റി ക്രമേണയായിട്ട് ആ ദ്രവമാലിന്യം കളക്ട് ചെയ്ത് കൊണ്ടുപോയി അത് ശുദ്ധമായ വെള്ളമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താമസിയാതെ നടക്കും. അതേപോലെ തന്നെ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ നിന്ന് വരുന്ന ദ്രവമാലിന്യം അത് അവിടെ തന്നെ വെച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു വലിയ ടാങ്ക് കെട്ടാനുള്ള സംവിധാനം ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ടെൻഡർ ആയിട്ടുണ്ട്. അത് അവിടെ അടിയന്തരമായി അത് മിനി STP ഫോം ചെയ്തുകൊണ്ട് ആ മാലിന്യം അവിടുന്ന് തന്നെ റോഡിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരും തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഓടയിലേക്ക് ഇനി മുതൽ മാലിന്യം ഒഴുക്കാൻ പാടില്ല. ഒഴുക്കിയാൽ അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാവുന്നതുമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് ഫ്ലാറ്റ്, അതായത് ഉലിങ്കരയിലെ അവിടെ കഴിഞ്ഞ ഭരണസമിതി ഒരു വലിയ STP, അതായത് എന്താ പറയാ, മാലിന്യ സംസ്കരണം നിർമ്മിച്ച, അതെ, അത് നിർമ്മാണമൊക്കെ ഉദ്ഘാടനമൊക്കെ വലിയ ഗംഭീരമായിട്ടൊക്കെ നടന്നായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കൂടി അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന പല ആളുകളും ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ആ അവസ്ഥ അങ്ങനെ തന്നെയാണ്, അതിന് എന്താ ഒരു പരിഹാരം ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ ഭരണസമിതി വന്നിട്ട് അവരൊക്കെ നേരിട്ട് കാണണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ അവർ വന്നിട്ടേ ഉള്ളൂ, ഉടനെ തന്നെ പോയി പരാതി പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
UDF ഭരണമാണല്ലോ ഇപ്പോൾ നിയമസഭ മൊത്തം UDF പിടിച്ചെടുത്തു. അപ്പൊ അതും കൂടിയൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. നിങ്ങൾ അവരെ പോയി കാണാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യത്തിൽ ആ ആളുകളുടെ അവരും മനുഷ്യരാണ്, അവർക്കുള്ള ആ സംവിധാനം കൂടി ശരിയാക്കാൻ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മൊബൈൽ STP എന്നുള്ള പറഞ്ഞ ഒരു സിസ്റ്റം പെരിന്തൽമണ്ണയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള മാലിന്യം അവിടെ തന്നെ STP വഴിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ക്ലീൻ ചെയ്ത് അത് ശുദ്ധമായ വെള്ളമായിട്ട് അവിടേക്ക് ഒഴിക്കാൻ പറ്റുമോ? അതല്ല മൊബൈൽ STP വഴി അത് കളക്ട് ചെയ്തുകൊണ്ട് പ്ലാന്റിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് അവിടെ കൃഷിക്ക് യോഗ്യമാക്കാൻ പറ്റുമോ? ഈ രീതിയിൽ 2 രീതിയിലുള്ള ഡിസ്കഷൻ നടന്നു. അത് കോഴിക്കോട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് അതിന്റെ ഫൈനൽ ഡിസ്കഷനിലാണ് നിൽക്കുന്നത്. മിക്കവാറും അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റിലുള്ള മാലിന്യ പ്രശ്നം, ദ്രവമാലിന്യ പ്രശ്നവും പരിഹരിക്കപ്പെടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈഫ് ഭവന പദ്ധതിയുടെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് കൂടി ആശ്വാസകരമാവുന്ന ഒരു സംഗതി നാലകത്ത് ബഷീർ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ദ്രവമാലിന്യം ഒക്കെ സംസ്കരണത്തിന് ഉള്ള ഏറ്റവും പെട്ടെന്നുള്ള നടപടി ഉണ്ടാകും. പെരിന്തൽമണ്ണ നഗരത്തെ ക്ലീൻ പെരിന്തൽമണ്ണയാക്കാനുള്ള നടപടി ഉണ്ടാകും. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഉടൻ തന്നെ എല്ലാവരുടെയും മീറ്റിംഗ് വിളിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഓടകളിലേക്ക് ഏതെങ്കിലും സ്ഥാപനം മാലിന്യം തള്ളുന്നുണ്ടെങ്കിൽ കണ്ടെത്തിയാൽ അതിന് കർശനമായ നടപടി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടക്കട്ടെ. ഈ പെരിന്തൽമണ്ണ ഈ കൂടുതൽ മനോഹരമാവട്ടെ, കൂടുതൽ ക്ലീൻ ആവട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്,